എന്റെ ദൈവമേ ഭഗവാനെ, കേരളത്തിൽ എന്തോരം ഉത്സവങ്ങൾ നടക്കുന്നു, എന്തോരം പരിപാടികൾ ഓരോ ബുക്കിംഗ് ഏജൻസിയിൽ നിന്ന് ബുക്ക് ചെയ്യുന്നു. ഈശ്വരാധീനം കൊണ്ട് ഒരൊറ്റ ഇവിടുന്ന് പോയിട്ടില്ല. ഇങ്ങനല്ല, അടിയനെ സഹായിക്കണേ, അടിയനെ സഹായിക്കണേ. ഒരു 10 ദിവസം ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു 10 പരിപാടി എനിക്ക് കിട്ടണേ, കിട്ടണേ, അടിയനെ സഹായിക്കണേ. ഇഷ്ടം പോലെ എഗ്രിമെന്റ് ഇരിപ്പുണ്ട്. പക്ഷെ ആരെങ്കിലും ഒന്നൊരു ഒപ്പിട്ട് ഇച്ചിരി അഡ്വാൻസ് 10 പരിപാടി ബുക്ക് ചെയ്താൽ എന്താ ഇവർക്ക്? എഗ്രിമെന്റ് ബുക്ക് അടിച്ചതുപോലെ ഇവിടെ ഇരിക്കുകയാണ്. അതിനിടയ്ക്കൊന്നും പറന്നു പോവാം മനുഷ്യന് പണി ഉണ്ടാക്കാൻ. അതാരാണ്? ഹലോ ഹലോ, കരണ്ടി പ്രോഗ്രാം ഏജൻസി അല്ലേ? എന്തോ? കരണ്ടി പ്രോഗ്രാം ഏജൻസി. കരണ്ടി അല്ല മിസ്റ്റർ, ഗ്യാരണ്ടി പ്രോഗ്രാം ഏജൻസി. പിന്നെ നിങ്ങള് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഈ മുള്ളറക്കോട് തമ്പുരാൻ ക്ഷേത്രത്തിൽ ഒരു ഗാനമേള ബുക്ക് ചെയ്ത് തന്നില്ലേ? തന്നായിരുന്നു. ആ ഗാനമേളയെ ഒന്നുകൂടെ ബുക്ക് ചെയ്ത് തരണം കേട്ടോ. ഈ വർഷത്തേക്ക് ഒന്നുകൂടെ ബുക്ക് ചെയ്യാനോ? ഒന്നുകൂടെ ബുക്ക് ചെയ്യണം. ആ കഴിഞ്ഞ വർഷത്തെ ഗാനമേള അല്പം മോശമായിരുന്നല്ലോ, തമിഴ് പാട്ടുകാരന്റെ പെർഫോമൻസ് കാരണമേ. അയ്യോ, ബാക്കി എല്ലാവരും കൊള്ളായിരുന്നു, തമിഴ് ഗായകനെ ഉള്ളായിരുന്നു അല്പം മോശം. അതെ അതെ അതെ, പരിപാടി കഴിഞ്ഞപ്പോ നിങ്ങൾ തന്ന മുഴുവൻ തുകയും ഞങ്ങൾ തിരിച്ച് തന്ന മാപ്പ് പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് കുഴപ്പമില്ല. അതേ പരിപാടി വീണ്ടും വേണമെന്നോ? അതെന്താ? കാര്യം എന്ന് വെച്ചാലേ, ആ തമിഴ് ഗായകനെ ഞങ്ങൾ വിട്ടിട്ട് നന്നായിട്ട് പെരുമാറിയായിരുന്നേ. അപ്പൊ അത് തന്നെ ഒന്നുകൂടെ കിട്ടിയാൽ കൊള്ളായിരുന്നു ആ ഗാനമേള. ഞങ്ങൾ ആ തമിഴ്നാട് പാട്ടുകാരനെ മാറ്റി, അവൻ വേറെ ട്രൂപ്പിലാണ്. എന്തായാലും ഈ ട്രൂപ്പിന്റെ തന്നെ ഗാനമേള ഞാൻ ഒന്നുകൂടെ ബുക്ക് ചെയ്തേക്കാം. എന്നാണ് ഡേറ്റ്? അയ്യോ വേണ്ട വേണ്ട, ആ തമിഴ് ഗായകനുള്ള ട്രൂപ്പ് തന്നെ വേണം ഞങ്ങൾക്ക്. അതെന്തിന്? അതെന്ന് വെച്ചാലേ, അതിന്റെ സ്പോൺസർ 4 പേര് ഗൾഫിലായിരുന്നു. അവർക്ക് അവനെ ഇടിക്കാൻ പറ്റിയില്ല, അവരിപ്പോ ലീവ്. അയ്യോ, അതെങ്ങനെ ശരിയാവുന്നേ? ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഈ പയ്യനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് എത്തിക്കാം. പക്ഷെ ഗാനമേള ഇവിടുന്ന് ബുക്ക് ചെയ്യണം. എന്നാലും മതി, സൗകര്യമാണ്. കാര്യം നമുക്ക് ഈ ഗൾഫുകാരെ പടക്കാൻ പറ്റൂല, കൊണ്ടിട്ടെന്നാൽ നിങ്ങൾക്ക് ഒരു സ്കോച്ചും കിട്ടും. ഓക്കെ ഓക്കെ, അവനെ ഞാൻ അവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഇട്ടു. പക്ഷെ പരിപാടി ബുക്ക് ചെയ്യണേ. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. പ്രോഗ്രാം ബുക്കിംഗ് ഏജൻസി മാറ്റിയിട്ട് ഇപ്പൊ കൊട്ടേഷൻ ഓഫീസ് തുടങ്ങേണ്ട അവസ്ഥയാണ്. എന്തൊരു കഷ്ടമാണെന്ന് പറ. രാവിലെ ഒരു കല്യാണ വീട്ടിൽ ഗാനമേള കൊടുത്തിരുന്നു, അത് തുടങ്ങിയെന്ന് തോന്നുന്നു. ചെയിൻ സോങ് ആവുമ്പോഴത്തേക്ക് തുമ്മി എന്റെ ഊപ്പാട് തീരും. കളരിക്കൽ ദേവീക്ഷേത്രം. ഇത് പൊതു ആവശ്യത്തിനുള്ളതല്ല, എന്റെ ആവശ്യത്തിനുള്ളതാണ്. മനസ്സിലായി? ഞാൻ രാജ് ബെമ്പാല. ചീറ്റുവോ? വിഷം ചീറ്റുവോന്ന്? അതല്ല, എന്റെ പേര് രാജൻ ബെമ്പാല. അത് വിട്ടുപറ, ഒന്നിച്ച് പറഞ്ഞാൽ അതൊരു വലിയ സർപ്പമാണ്. ഞാനൊരു 1 man ഷോ ആർട്ടിസ്റ്റ് ആണ്. 1 man ഷോ ആർട്ടിസ്റ്റ്. പൊന്മാൻ ഷോ ആർട്ടിസ്റ്റ്. പക്ഷെ നീല കളറൂടെ ഉണ്ടായിരുന്ന കറക്റ്റ് ആയിരുന്നു. എന്താ പരിപാടി? എന്താ പരിപാടി? 1 man ഷോ. 1 man ഷോ. എവിടെ പരിപാടി? വേണ്ടത് എവിടാണ്? എന്റെ പരിപാടി ഞാൻ തന്നെ ബുക്ക് ചെയ്യണം. എന്റെ പരിപാടി ഞാൻ തന്നെ ബുക്ക് ചെയ്യണു. മനസ്സിലായില്ല. അല്ല, ഞാൻ 1 man ഷോക്കാരനാണല്ലോ. അപ്പൊ ഞാനിവിടെ കുറെ എനിക്കൊരു അവസരം വേണം, അതിനുവേണ്ടി വന്നതാണ്. അവസരമോ? താൻ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഞാൻ ഈ കാന്താരയുടെ BGM മ്യൂസിക് ചെയ്യും. കാന്താരിക്ക് മ്യൂസിക് അല്ലല്ലോ, എരിവല്ലേ? അതല്ല, കാന്താരയുടെ BGM മ്യൂസിക് ഞാൻ ചെയ്യും. BGM. അത് എങ്ങനെയാ? എനിക്കറിയില്ല, അത് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. വെറൈറ്റിയാണ്, ആരും അങ്ങനെ ചെയ്യാറില്ല. കേരളത്തില് ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കേക്കട്ടെ കേക്കട്ടെ. നീ വലിയ വരും, അതുകൊണ്ട് നിർത്തി. ഇതാണോ കാന്താരിയുടെ മ്യൂസിയം? അതെ. ഇത് കാന്താരി അരച്ച് തേച്ചാ തീരാവുന്ന പ്രശ്നങ്ങളെ കേട്ടാ. ഇതൊക്കെയാണോ വെറൈറ്റി പരിപാടി എന്ന് പറഞ്ഞു? വേറെ എന്ത് പരിപാടിയാണുള്ളത്? ഫിഗറോ? ഈ മുഖത്ത് പല ഫിഗറും മിന്നി മറയും. മിന്നി ഏതൊക്കെ ഫിഗറാണ് മിന്നി മറയുന്നത്? മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ഇതെല്ലാം ഈ ബാഗിൽ ഭദ്രമാണ്. ആ ബാഗിൽ ഭദ്രമായി തന്നെ ഇരുന്നോട്ടെ, വെളിയിൽ ഇറക്കണ്ട, അതായിരിക്കും നല്ലത്. പിന്നെ വേറൊരു കാര്യം, സാധാരണ ഈ ഫിഗർ ചെയ്യുമ്പോണ്ടല്ലോ, നമ്മള് ഈ മമ്മൂട്ടി മോഹൻലാൽ പറഞ്ഞിട്ടാണ് ഫിഗർ ചെയ്യാറ് അല്ലേ? അതെ അതെ, മോഹൻലാൽ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മോഹൻലാലിനെ കാണിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. പിന്നെങ്ങനെയാണ്? ഞാൻ നേരെ വന്നിട്ട് ഫിഗർ ചെയ്യും.
എന്ത് ആളുകൾ കൊണ്ട് പറയിക്കും. അത് ശരിയാ. ഈ രൂപം വെച്ച് ഫിഗർ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ നല്ലപോലെ പറയും. നീ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കും, അതുറപ്പാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ എന്താണ് പറ. ഞാൻ ഈ പ്രകൃതിയുടെ സൗണ്ടുകളാണ് കൂടുതലും അനുകരിക്കാറ്. പ്രകൃതിയുടെ ശബ്ദം, പ്രകൃതിയുടെ സൗണ്ട് അത് ബുക്ക് ചെയ്യാൻ പറ്റുമോ? പ്രകൃതിയുടെ ശബ്ദം മാത്രമായിട്ട് എങ്ങനെയാ ഞാൻ ബുക്ക് ചെയ്യുന്നത്? അല്ല, അതിന്റെ കൂടെ ഇതുകൂടി മിക്സ് ചെയ്ത് പോകും. എന്തൊക്കെയാണ് പ്രകൃതിയുടെ ശബ്ദങ്ങൾ? ഹോക്കി, സുനാമി. അത് കളിയല്ലേടാ? കളിയല്ല, ഹോക്കി, ചുഴലിക്കാറ്റ്, സുനാമി, ഭൂകമ്പം, അതിന്റെയൊക്കെ സൗണ്ട് എടുക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ദുരന്തം വിറ്റ് ജീവിക്കാൻ നടക്കുവാണോ നീ? ദുരന്തം വിറ്റ് ജീവിക്കാൻ നടക്കുവാണോന്ന്? പ്രകൃതിയുടെ ശബ്ദം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉള്ള ദുരന്തങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് കടുത്ത ദുരന്തമാണ് നീ, കടുത്ത ദുരന്തം. നീ വേറെ എന്തൊക്കെ ചെയ്യുമെന്ന് പറ. നീ വേറെ എന്തൊക്കെ ചെയ്യും? എന്റെ ഇൻസ്ട്രുമെന്റ് ഉണ്ടോ? നിന്റെ ഇൻസ്ട്രുമെന്റ് ഞാനെന്തിനാണോ കാണുന്നത്? അതല്ല, എന്റെ ഈ വാദ്യോപകരണങ്ങൾ ശബ്ദങ്ങൾ. അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച ഇൻസ്ട്രുമെന്റ്സ് അല്ല. സോറി, ക്ഷമിക്കണം. അതും എടുക്കൂല്ലേ? അതെടുക്കും. പിന്നെ അത് മാത്രമല്ല, എന്റെ ഷോക്കാർഡ് ഉണ്ടോ? നിന്റെ ഷോക്കേട് ഞാൻ എന്തിനാ കാണുന്നത്? നിനക്ക് അത്ര വലിയ ഷോക്കേടാണ് വല്ല ട്രെയിൻ പോകുന്ന പാളത്തിന്റെ ഫ്രണ്ടിൽ പോയിരിക്കണം. ചുമ്മാ ഇരിക്കുന്ന എന്റെ അടുക്കാൻ വന്നിട്ട് നിന്റെ ഷോക്കേട് കാണാൻ ഞാൻ എന്താ? എന്റെ ഷോക്കാർഡല്ല, പിന്നെ എന്റെ ഷോക്കാർഡ് കണ്ടോന്ന്? ഷോക്കാർഡ്, പോസ്റ്റർ. ഷോക്കാർഡോ? ഈ വർഷത്തെ. അതെ, കണ്ടില്ല. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. വെറൈറ്റി ആണ്. ഇതെങ്ങനെയുണ്ട് സാധനം? ഈ മെനക്കേട് ഞാൻ എങ്ങനെ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നവരെ കൊണ്ട് കാണിക്കും? ഇതൊക്കെ നീ ചെയ്തതാണോ? അതെ. ഇതേതാണ് ഈ കോട്ടിട്ട മുക്രി? അയ്യോ, അത് കോട്ടിട്ട മുക്രിയല്ല, അമിതാഭ് ബച്ചന്റെ ഫിഗറാണ്. ഈ പരിപാടി കൂടെ നടന്നാൽ നിങ്ങൾക്ക് പെൻഷൻ പോലും കിട്ടത്തില്ലെന്ന് മനസ്സിലായോ? കാര്യം ചെയ്യാം, മറ്റേ ഇൻസ്ട്രുമെന്റ്സ് അടിച്ചാലോ? ഏത് നേരത്തെ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ്? അതൊന്നും വിട്ടില്ലല്ലോ, എന്നാ അടിച്ചിട്ട് പോകും. ശ്രീ തബല. ശ്രീ തബല അത് കേട്ടല്ലേ? വെറൈറ്റി ആണ്. അതായത് തബലക്ക് ശ്രീ ഉണ്ട്, അപ്പൊ അത് വെറൈറ്റി അല്ലേ? ബഹുമാന സൂചകം വിളിക്കുന്ന അല്ലേ? തബല കുതിരപ്പുറത്താണോടാ വരുന്നത്? ഇവിടെ വേറെ എന്തെങ്കിലും കാണി? ഇത് കൊച്ചു പിള്ളേർ വരെ കാണിക്കുന്നതാണ്. ഇതെങ്ങനെ നിനക്ക് പരിപാടി വേണോ? വെറൈറ്റി ആയിട്ടുള്ള സംഗതികൾ അവതരിപ്പിക്കേ. പത്മശ്രീ മൃദംഗം അത് കേക്ക്. അതിട് അതിട്. മതി മതി. ഇനി എന്തെങ്കിലും ഉണ്ടോ ഇതേപോലത്തെ വെറൈറ്റി ആരും കേൾക്കാത്തത്? അങ്ങനെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്ത്? എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ഒരു കാലം വരും കേട്ടാ. ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ഒരു കാലം വരും, അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. ശരി ശരി കേട്ടാ. നിനക്ക് ഇവിടെ പരിപാടിയില്ല ഇല്ലല്ലേ? നിന്നെ ഉദ്ഘാടനത്തിന് വയ്ക്കുന്ന ആ കാലം വരട്ടെ, അന്ന് നിനക്ക് ഞാൻ പരിപാടി തരാം. ഈ ദിവസം അതിവിടെ വെക്ക. ഇത്രം ചെയ്തതിന്റെ പേയ്മെന്റ് ഞാനും കിട്ടും. അതെന്റെ ഫോണാണ്, വെച്ചിട്ട് പോടാ. നമസ്കാരം. നമസ്കാരം. ഞങ്ങളെ കരക്കാര് പറഞ്ഞു പോപ്പിൻസ് മുട്ടായി പോലുണ്ട്. ആള് വലിയ തമാശക്കാരനാണെന്ന് തോന്നുന്നു. കയ്യിന്നിട്ട് കളിക്കുന്നു. ഇഷ്ടംപോലെ പരിപാടി ബുക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് തമാശ പറഞ്ഞ് രസിച്ചിരിക്കാമല്ലോ. ഞങ്ങൾ കരക്കാര് പറഞ്ഞിട്ട് വന്നതാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ കരക്കാർ അതും ഇതും പറയുന്നത് കേട്ടോണ്ട് ഇങ്ങോട്ട് എന്റെ നെഞ്ചത്തോട് കയറാൻ വരരുത്. അതൊക്കെ ചുമ്മാ ആൾക്കാർ പറയുന്നത്. ഇവിടെ നല്ല നീറ്റ് പരിപാടിയാണ് ഞാൻ കൊടുക്കുന്നത്. അയ്യോ, ഇതല്ല പറഞ്ഞത്. ഗ്യാരണ്ടി പ്രോഗ്രാം ഏജൻസീസ്. ഓക്കെ, പേരിൽ തന്നെ ഗ്യാരണ്ടിയാണ്. ഞങ്ങള് രണ്ട് കരക്കാരാണ്. അതെ, രണ്ട് കരക്കാരാ. തെക്കേക്കര. ആ രണ്ട് കരക്കാരും കൂടെ ചേർന്ന് ഒരു കരക്കാരായിട്ട് വന്നിരിക്കുകയാണ് ഇത്തവണ പ്രോഗ്രാം ചെയ്യാനായിട്ട്. അതെന്തൊരു മണ്ടത്തരമാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമാണിത്. നിങ്ങൾ എന്തിനാണ് രണ്ട് കരയോട് ഒന്നിക്കുന്നത്? രണ്ട് കരയും രണ്ട് പരിപാടി ചെയ്യൂ, അപ്പൊ എനിക്ക് രണ്ട് പരിപാടി നിങ്ങൾക്ക് തരാൻ പറ്റും. അല്ല, ഞങ്ങൾ ഇതേവരെ വ്യത്യസ്ത രീതിയിലായിരുന്നു നിന്നോണ്ടിരുന്നത്. ശത്രുക്കളായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ചു. അപ്പൊ രണ്ട് കരക്കാരും കൂടെ പറഞ്ഞു ഒരു കരക്കാരായിട്ട് പരിപാടി നടത്തട്ടെ എന്ന്. ഒറ്റ പരിപാടി. ഒറ്റ പരിപാടി. നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങള് രണ്ട് പേരുടെ എഫക്റ്റിലുള്ള പരിപാടികളാണ് ബുക്ക് ചെയ്യാൻ പോകുന്നത്. ഓ, അങ്ങനെ അങ്ങനാണെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും കിടല നാടകമുണ്ട്, തുളസി തീർത്ഥം. തുളസി തീർത്ഥം സമിതിയുടെ. അത് വേണ്ട, അത് വേണ്ട. ഞാൻ കണ്ടതാ. ആണോ? ഞാൻ കണ്ടതാ. അത് വേണ്ട. വേറെ പരിപാടി. വേറെ തേക്കടി രാജന്റെ ചാരിറ്റി ഗാനമേളയാലോ? ഞങ്ങൾ ഉത്സവം നടത്താൻ, ഉത്സവം മുടക്കാനല്ല. തേക്കടി രാജന്റെ പ്രശസ്തി നിങ്ങളുടെ കരകളിൽ വെത്തിയല്ലേ? എന്താണെന്ന് പറഞ്ഞ തേക്കടി രാജന്റെ ചാരിറ്റി ഗാനമേള. അപ്പൊ ചാരം ആവത്തില്ലേ? ചാരിറ്റി ആകുമ്പോ ചാരമൊക്കെ പൊടിയും കാര്യം.
ചത്ത് ഞാൻ എറിഞ്ഞു കൊല്ലും, ഞാൻ പറഞ്ഞേക്കാം. പരിപാടി ബുക്ക് ചെയ്തില്ലേലും വേണ്ടിയില്ല. ഗാനമേള വേണ്ട, വേറെ പരിപാടി നമുക്കെന്നാ ചെയ്യും, മിമിക്രി ചെയ്താലോ? മിമിക്രി ആര് ചെയ്യും? മിമിക്രി നല്ല സെറ്റപ്പ് ഒരു പയ്യനുണ്ട്. ആരുടെയാ? അദ്ദേഹം ഇപ്പൊ ഇച്ചിരി പ്രശസ്തനൊക്കെയാണ്. പറ. കുട്ടിയാക്കലിന്റെ മിമിക്രി വെക്കാം. ഒരു കുട്ടിയായി പോയില്ലേ? ഏത് ഇത്രയും കുട്ടികളുടെ പരിപാടികൾ? അത് ഈ പേരിലേ ഉള്ളു കുട്ടി, ആള് ഇച്ചിരി വലുതാ. അല്ല അത് വേണ്ട, അത് വേണ്ട. അതെന്താ? നല്ല ഷോയാണ്, നല്ല ഷോയാണ്. പണിക്കർ ഞാൻ കണ്ടതാ. അവന്റെ ബിന്ദു പണിക്കർ. അയ്യോ അതാണോ? ചീഞ്ഞത് വേണം. ഈ കേരളത്തിൽ ഇതുപോലെ ബിന്ദു പണിക്കർ പറയുന്ന ഒരു പയ്യൻ അതാ ഞങ്ങൾ കണ്ടല്ലോ. ആണല്ലേ? അതവിടെ അത് വേണ്ട. അത് വേണ്ട. എന്നാ നോബിയുടെ മെഗാ ഷോ വെച്ചാലോ? ആരുടെ? നോബി മാർക്കോസ്. നോബി മാർക്കോസ്. നോബി മാർക്കോസിന്റെ ഗാനമേള. ഗാനമേള അത് അല്ല, അത് വേറെ മാർക്കോസ്. ഇതേതാ? ഇത് നോബി മാർക്കോസ്. ഓ, അല്ല, നല്ല പരിപാടിയാ. 3.5 മണിക്കൂർ ഷോ ഉണ്ട്, ഗ്യാരണ്ടിയാണ്. എന്താ പറയുന്നത്? പറയുന്നത് ഓളമുള്ള പരിപാടി വേണമെന്നുള്ളതാണ്. അതാണ് പുള്ളി ഓടുമ്പോഴൊക്കെ വയറൊക്കെ കിടന്ന് നല്ല ഓളം, സ്കിറ്റൊക്കെ കളിക്കുമ്പോ നല്ല ഓളം വെട്ടാണ്. അത് വേണ്ട. ഒരു കാര്യം ചെയ്യും, വിധുപ്രതാപ് ഉണ്ടല്ലോ, വിധു പ്രതാപ്. ആ പുള്ളിയുടെ ഗാനമേള വെച്ചാൽ എന്താ? കാശൊരു വിഷയമല്ല. കാശ് വിഷയമല്ല. എന്നാ പിന്നെ എനിക്കെന്താ വിഷയം? നമുക്കിപ്പോ ആർക്കായാലും പരിപാടി കൊടുക്കാന്നുള്ളതാണ് എന്റെ ഇത്. വിധു ആണെങ്കിൽ പിന്നെ നമ്മളെ അടുത്ത കക്ഷിയാണ്. ഞാൻ വിളിച്ച അപ്പൊ തന്നെ വിളിച്ചാട്ടോ നോക്കാം. എന്താ ഡേറ്റ് ഒന്ന് പറഞ്ഞാട്ടെ? ഡേറ്റ് ഏപ്രിൽ 12. വിധു, അതെ, ഗ്യാരണ്ടി പ്രോഗ്രാം ഏജൻസി മധുചേട്ടനാണ് വിളിക്കുന്നത്. അത് ഏപ്രിൽ 12 ഫ്രീ ആണോ? തൃത്താല ത്രിലോക ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാർ ഇവിടെ ഇരിക്കുകയാണ്. അവരുമായിട്ട് സംസാരിച്ചത് ഒരു ഇതിലെത്തിയിട്ടുണ്ട്. നമ്മള് റേറ്റ് പഴയ റേറ്റ് തന്നെയാണല്ലേ? എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു 25 രൂപ അങ്ങോട്ട് അഡ്വാൻസ് ഇട്ടേക്കാം, ഗൂഗിൾ പേ ചെയ്യാം. കാശ് വിഷയമല്ല. കാശ് അവർക്ക് വിഷയമല്ലെന്നാ പറയുന്നേ. കുഴപ്പമില്ല. ഞാൻ അവര് തന്നില്ല, ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇട്ട് തന്നേക്കാം. അപ്പൊ ഒന്നോട്ട് ചെയ്തേരെ. ഏപ്രിൽ 25 തൃത്താല എന്തായിരുന്നു? തൃത്താല ത്രിലോകം. തൃത്താല ത്രിലോകം ക്ഷേത്രത്തിലെ ഒന്നോട്ട് ചെയ്തേരെ 10 മണിക്ക് രാത്രി. ഡേറ്റ് കൺഫേം. ശരി. പൈസ ഇപ്പൊ തന്നെ അയച്ചോട്. ഓക്കെ മനടാ, ഓക്കേടാ. പൈസ ഞാൻ അഡ്വാൻസ് അങ്ങ് അയച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ ഇവര് പിന്നെ നമ്മൾ വിളിച്ചൊന്നും പോലും ഏക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ്. പോയിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്. അപ്പൊ എഗ്രിമെന്റ് അങ്ങ് എഴുതാം അല്ലേ? അല്ല, എഗ്രിമെന്റ് എഴുതാൻ പറട്ടെ. ഗാനമേള വേണ്ട. കോമഡി ഷോ. ഇതൊന്നും തനിക്ക് കുറച്ചു മുമ്പ് തന്റെ വാദം പറഞ്ഞുകൂടായിരുന്നു. കോമഡി ഷോ മതി. ഗാനമേള അടിയൊക്കെ നടക്കും, അത് പറ്റത്തില്ല. അതങ്ങനെ ശരിയാവുന്ന ഞാനിപ്പോ അഡ്വാൻസ് കൊടുത്തതല്ലേന്ന്. കോമഡി ഷോ നല്ലത്. നമ്മൾ നോബി തന്നെ മതി. നോബിയുടെ കോമഡി ഷോ ബുക്ക് ചെയ്യാം. നോബിയുടെ കോമഡി ഷോ ബുക്ക് ചെയ്യാം. അതങ്ങനെ ശരിയാവുന്നത്? കോമഡി ഷോ മതിയെന്ന്. കുഴപ്പം ഞങ്ങളുടെ കരക്കാരല്ലേ നടത്തുന്നത്, പിന്നെ നിനക്കത് വിഷയം. ഞങ്ങൾ പിന്നെ പഠിക്കാൻ വന്നതാടാ. ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? പിന്നെ എന്തൊരു വേണ്ട. ഞങ്ങളുടെ കരക്കാർ നടത്തുന്ന ഉത്സവമാണ്, കോമഡി ഷോ മതി. അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. 25,000 രൂപ അഡ്വാൻസ് കൊടുത്ത് ഗാനമേള മതി. ഞാൻ ഒരു കാര്യം ചെയ്യാം ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. കാര്യം പറ. നിങ്ങൾ മിമിക്സ് നടത്താൻ, നിങ്ങൾ ഗാനമേള നടത്താൻ എന്താ കുഴപ്പം? ഒറ്റ പരിപാടി ഗാനമേള. നോബിയുടെ കോമഡി ഷോ മതി. എഴുതണ്ട. നോബിയുടെ കോമഡി ഷോ എഴുതും. നോബിയുടെ കോമഡി ഞാൻ അവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞോ. ഞാൻ കോമഡി ഷോ മതി. നിങ്ങൾ ദേവി ചെയ്ത് കിടന്ന് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കരുത്. നിങ്ങളൊരു തീരുമാനത്തിൽ എന്തൊരു കഷ്ടമാണെന്ന് പറ. ഹലോ, ഗ്യാരണ്ടി പ്രോഗ്രാം ഏജൻസി അല്ലേ? അതെ, ഗ്യാരണ്ടി പ്രോഗ്രാം ഏജൻസിയാണ്. നമസ്കാരം. ഞങ്ങള് കാരേറ്റ് ക്ഷേത്രത്തിൽ നിന്ന്, ദേവി ക്ഷേത്രത്തിൽ നിന്ന്. പറഞ്ഞോട്ടെ. ഞങ്ങൾക്കൊരു ഗാനമേള വേണമായിരുന്നല്ലോ. ആരുടെ ഗാനമേളയാ? ഞങ്ങൾക്ക് ഇവിടെ മെയിനായിട്ട് വിധു പ്രതാപിന്റെ ഗാനമേളയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. വിധു പ്രതാപിന്റെ ഗാനമേളയോ? അതെ. നിങ്ങൾ എത്ര കരക്കാരാണ്? ഞങ്ങള് 3 കരക്കാരാണ് പരിപാടി ബുക്ക് ചെയ്യാൻ തീരുമാനം. 3 കരക്കാരില്ലയോ? അതെ. ഈ വിധു പ്രതാപിന്റെ ഗാനമേളയുടെ പേരിൽ 2 കരക്കാർ ഇവിടെ കിടന്ന് മാറാടുകയാണ്. അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വിധു പ്രതാപിന്റെ ഗാനമേള ഞാൻ തരാൻ കേട്ടോ. അല്ല, അപ്പോഴപ്പം വിധു പ്രതാപിന്റെ ഗാനമേള ഇല്ലേ? അയ്യോ, തരാൻ പറ്റത്തില്ല. 2 കരക്കാർ ഇവിടെ കിടന്ന പെനയാണ് വിധുവിന്റെ പേരിൽ. അപ്പൊ ഞങ്ങൾ എന്ത് പരിപാടി വെക്കും? നിങ്ങൾക്ക് ഞങ്ങളുടെ അടിപൊളി വൺമാൻ ഷോ തരട്ടെ. ആരുടെ വൺമാൻ ഷോ? രാജവെമ്പാല. ആര്, വാവാ സുരേഷ് കൊണ്ടുവരുമോ? അതല്ലെന്ന്, രാജൻ വെമ്പാല. ആണോ? അദ്ദേഹത്തിന്റെ വൺമാൻ ഷോ തരാം. കൊള്ളാമോ? വേണ്ട, തകർത്തിട്ടേക്കുന്നു. എനിക്കറിയാം എന്നെ വിളിക്കുന്നു.